ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചന്ദ്രമച്ചവർക്കും എടാ മിടുക്ക കൊള്ളാം കേട്ടാ കൊള്ളാം. പഠിച്ച് നല്ല ജോലിയൊക്കെ നേടിയിട്ട് വേണം അണ്ണനൊരു കാറൊക്കെ എടുത്തരാം കേട്ടാ. എന്തോന്നടാ എവി, നീ വാങ്ങിത്തരുന്ന കാർ എനിക്ക് സ്പെഷ്യൽ അല്ലേ? മറ്റു കാറുകളുടെ ആ ഒരു വില വരോ ഇതിന്? എനിക്ക് റിച്ച് ആയിട്ടുള്ള ലക്ഷറിയസ് കാർ ഒന്നും വാങ്ങിത്തരാൻ പറ്റൂല. ഞാൻ വേണമെങ്കിൽ ഞാനോ വാങ്ങിത്തരാം. ഞാനോയോ അല്ല വേറെ ഏത് കാർ വേണമെങ്കിലും വാങ്ങി തന്നോ, എനിക്ക് ഏത് കിട്ടിയാലും സന്തോഷം തന്നെ. അപ്പൊ 2 ലക്ഷം രൂപ മാക്സമ്മന്റെ ബാങ്കിൽ നിന്ന് ഞാൻ എടുക്കുന്നേ. എന്തിനാ നീ 2 ലക്ഷം രൂപ എടുക്കുന്നേ? ഞാനോ വാങ്ങാൻ പിന്നെ ഞാൻ ക്യാഷ് ഇടണം. കൊള്ളാം മോനെ കൊള്ളാം. പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടിയതിനു ശേഷം എനിക്ക് വാങ്ങിത്തരും എന്ന് കരുതിയിരുന്ന ഞാൻ ആരാ ഇപ്പോ? പിന്നെ എനിക്ക് പാല് വാങ്ങണ്ടേ അണ്ണ? പാല് വാങ്ങാനേ തികയില്ല. അതിന്റെ ഇടയ്ക്ക് നിങ്ങളുടെ കാറും കൂടി ആകുമ്പോൾ ടോട്ടൽ ക്യാഷും ഫിനിഷ് ആകും. ഓടെ ശരിയടെ, വേണ്ട നിന്റെ കാർ നമ്മള് നമ്മുടെ പൈസ ഇട്ട് വാങ്ങിക്കോളാം. പിണങ്ങല്ലേ അണ്ണ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അണ്ണന് ഞാൻ വലുതായിട്ടൊരു റോൾസ് റോയ്സ് എടുത്തിട്ട് നോക്കിയിരുന്നോ? നോക്കിയിരിക്കാം, കാർ കിട്ടൂലെന്നേ ഉള്ളൂ അല്ലേ? അത് പിന്നെ കിട്ടുമണ്ണ, ഞാൻ വാങ്ങിത്തരും, നിങ്ങൾ പേടിക്കാണ്ടിരി. ഓൺലൈൻ ക്ലാസ്സിൽ എന്തോന്ന് സബ്ജക്ട് ആയിരുന്നു? അണ്ണാ ഇന്ന് മാത്സ് ആണോ? മാത്സ്. ഞാൻ എത്രയ്ക്ക് ഫേമസ് ആയാണ്, ഇതിനെ പറ്റി എന്താണ് എല്ലാരും ഓൺലൈൻ ക്ലാസ്സിൽ എടുക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അരുണിന്റെ അടുത്ത് ചോദിച്ചപ്പോഴും അവൻ പറയുന്നത് അണ്ണാ ഇന്ന് സബ്ജക്ട് മാത്സ് ആണെന്ന്. അതാണ് ഞാൻ നോക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ ഫേമസ് ആയി നിൽക്കുകയാണ്. എങ്ങനെയാണോ എന്തോ. അണ്ണാ ആ മാത്സ് അല്ല അണ്ണാ, കണക്കറിഞ്ഞൂടെ? കൂട്ടുന്നതും കുറയ്ക്കുന്നതും, അതാണ് മാത്സ്. അല്ലാതെ നിങ്ങളെ അല്ല പറഞ്ഞത് കേട്ടാ. എന്റെ നെഞ്ചി തകർന്നു പോയതായി. ഇത്രയും ദിവസം എന്നെ പറയുന്നെന്ന് ഞാൻ കരുതിയിരുന്നു, ഇപ്പോൾ ഇങ്ങനെ ആയിപ്പോയല്ലോടായവി. എന്നെ പോലെ അടിച്ചു വിടാനൊന്നും പറ്റൂലടേ നമുക്ക്. ശരി, നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. നൈസായിട്ട് വിഷയം മാറ്റുകയാണ് കവള. അപ്പം പിന്നെ നമ്മുടെ വണ്ടി എങ്ങനെ ഉണ്ടെന്നാ? ഓട്ടിക്കാൻ കൊള്ളാമോ? പൊളി തന്നെ. പിന്നെ അൽപ്പൊളി. ഒരു റൗണ്ട് വേണോ? ഞാൻ ഓട്ടിക്കാൻ തരാം. ഇപ്പൊ വേണ്ട, ഞാനിപ്പം ഓൺലൈൻ ക്ലാസ്സിലാണ്. കറക്റ്റ് സ്റ്റഡിങ് മോഡിലാണ് ഇരിക്കുന്നത്. സോ നിങ്ങള് ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞിട്ട് തന്നാ മതി, അപ്പൊ ഞാൻ ഓട്ടിക്കാം. അല്ലടാ കുഴപ്പമില്ലടാ, ഓൺലൈൻ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യാം, നീ ഇങ്ങോട്ട് താ. വേണ്ട എന്നാ, അതൊന്നും ശരിയാവൂല. വേണ്ട, വിട്ടേക്ക്. എന്തോന്നടേ എവി, നമ്മള് പറഞ്ഞാലൊന്നും ഓട്ടിക്കൂലടേ വണ്ടി. അങ്ങനെയൊന്നും പറയല അണ്ണാ, ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ ഓട്ടിച്ച് കാണിച്ചാലും നിങ്ങൾക്ക് വേണ്ടി. ശരി, ഒന്നും വേണ്ട, നീ ഒരു 5 മിനിറ്റ് ഓടിച്ചാൽ മതി. ഓക്കെ ആണോ? ശരി. മാത്സ് അണ്ണൻ റിക്വസ്റ്റ് ചെയ്ത് ചോദിക്കുന്നത് കൊണ്ട് ഞാൻ മാത്സ് അണ്ണന് വേണ്ടി ഓട്ടിക്കാം. ഓക്കെ, അപ്പം വണ്ടി എവിടെങ്കിലും ഒക്കെ നിർത്തിക്കോ, ഞാൻ തന്നെ ബാക്കി ഓടിച്ചോളാം. അയ്യടാ, ഇപ്പം തരാം, ഓടിയോ. അടുത്ത ഇതിനെ കൊണ്ട് ഏതെങ്കിലും കുളത്തിൽ തള്ളിയിടാം. എന്തോ നന്നാ നിങ്ങൾ കളിക്കുന്ന? മരിയേക്ക് ഫോൺ നോക്കി 4 അക്ഷരം പഠിയടാ. കിടന്നവൻ വണ്ടി ഓട്ടിക്കാൻ വന്നിരിക്കുന്നു, വണ്ടി ഓട്ടിക്കാൻ. മതി, നിന്റെ ഈ ഒരു ആക്ടിങ്ങിന് ഞാൻ ഓസ്കർ അവാർഡ് പിന്നീട് വാങ്ങി തരാം കേട്ടാ. കണ്ടുപിടിച്ച് അണ്ണാ, ഓവറായി പോയാ അണ്ണാ. പിന്നെ നെക്സ്റ്റ് ടൈം ഒരു പക്ക പെർഫോമൻസ് കൊടുക്കണം, എന്നാലേ മാത്സ് അണ്ണൻ വിശ്വസിക്കുള്ളൂ. മോനെ, നീ പറയുന്നതൊക്കെ ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട് കേട്ടാ. അയ്യോ, അതും പോയേ. പിന്നെ ഏവി, നീ ഇന്ന് വ്ലോഗ് എടുക്കുന്നില്ലേ? എവിടെ എടുക്കാനല്ല, ഓൺലൈൻ ക്ലാസ് അല്ലേ, ഞാൻ എങ്ങനെ എടുക്കാനാ? എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. എന്തോന്നാ പറയുന്ന? ഞാൻ പറഞ്ഞു തരാം, പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം. എന്തോന്നാ? നമ്മുടെ സെഡ് ഓൺ നോൺ ബോഡി കോഡ്, അതായത് ഈ വണ്ടിയുടെ സ്റ്റിക്കർ വർക്ക് കഴിഞ്ഞ് വണ്ടി പുറത്തിറങ്ങുമ്പോൾ നിന്റെ വക ഒരു പാട്ട് പാടണം. അതും നമ്മുടെ പാലയണ്ണന്റെ പാട്ടായിരിക്കണം. അയ്യേ, ഇത്രേ ഉള്ള? പിന്നെന്താണ്, ഞാൻ സെറ്റാക്കി തന്നേക്കാം. നമ്മുടെ ചെറുക്കന്റെ സ്റ്റിക്കർ വർക്ക് കഴിഞ്ഞൊന്ന് ഇറങ്ങിക്കോട്ട്, പാട്ടല്ലേ, ഓൾ സെറ്റ്. ഓക്കെ, അപ്പൊ എന്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ നീ ഒരു ഓൺലൈൻ ക്ലാസ് വ്ലോഗ് ചെയ്തിട്ട് പൊളിക്കും. പുതിയൊരു കണ്ടന്റ് എങ്ങനെയുണ്ട്? ഈ ഒരു ഐഡിയ കൊള്ളാലോ. ഇത്രയും ദിവസം ഓൺലൈൻ ക്ലാസ് ഇരുന്നിട്ടും എനിക്ക് ഇതുപോലെ ഒരു ഐഡിയ കിട്ടിയില്ല. എവിടെ നിന്നാണ് മാത്സ് അണ്ണ ഇങ്ങനത്തെ ഐഡിയസ് ഒക്കെ കിട്ടുന്നത്? കഴിവുകളാണ്, കഴിവുകൾ. എന്തായാലും കൊള്ളാം. പക്ഷേ ഓൺലൈൻ ക്ലാസ് ഞാനിപ്പം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ ഫോണിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. സോ നിങ്ങളുടെ ഫോൺ തരുവാണോ? പിന്നെന്ത്, നീ എടുത്തോ. ഡാഷ്ബോർഡിൽ വെച്ചിട്ടുണ്ട് iPhone 30 Pro.
എവിടെ ഞാൻ കണ്ടില്ലല്ലോ, അത് നിനക്ക് തോന്നിയതായിരിക്കും. തന്നെ. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെടാ, അപ്പൊ നീ വേഗം തന്നെ സ്റ്റാർട്ട് ആക്കിക്കോ. റെഡി 1 2 3. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ മറ്റേ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, മാക്സ് അണ്ണൻ ഇന്നലെ ഒരു വണ്ടി ഇറക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു വണ്ടി നമ്മൾ ഇന്ന് സ്റ്റിക്കർ അടിക്കാനാണ് ഗൈസ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഏതോ ഒരു കാട്ടിന്റെ ഇടയിൽ കൂടിയാണ് ഇങ്ങനെ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. മാക്സ് അണ്ണനാണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. സോ നമ്മൾ ഓൺലൈൻ ക്ലാസ് നടക്കുന്നതിന്റെ ഇടയിൽ നിന്നാണ് ഗൈസ് വ്ലോഗ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മുടെ മാക്സ് അണ്ണൻ ഒരു കിടിലം ഐഡിയ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സിന്റെ ഇടയിലും വ്ലോഗ് ഷൂട്ട് ചെയ്യുന്നത്. സോ നിങ്ങളിത് കാണുക. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ എല്ലാ ചങ്കുമച്ചന്മാരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഞാൻ വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. ആരും ടീച്ചറിനെ വിളിച്ച് പറഞ്ഞു കൊടുക്കരുത്, എനിക്ക് പണി കിട്ടും. സോ നമുക്കിപ്പോൾ നമ്മുടെ എന്തോ പറയാൻ വന്ന് മറന്നുപോയി. അപ്പൊ ഫ്രണ്ടില് ഒരു ഓട്ടോ പോകുന്നുണ്ട്, ബാക്കില് നമ്മുടെ വണ്ടിയാണ് വരുന്നത്. എടാ പൊട്ട, വീഡിയോ കാണുന്നവര് മണ്ടന്മാരല്ല, അവർക്ക് മനസ്സിലാകും. നീ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. പറയാൻ വല്ല വേണ്ട അണ്ണാ, എന്നാലല്ലേ പറയാൻ പറ്റുള്ളൂ. കൊള്ളാം. ഒരു ബ്ലോഗറായിട്ട് എന്ത് പറയണമെന്ന് അറിയത്തില്ല അല്ലേടാ നിനക്ക്. നീയൊക്കെയാണ് ഒരു ബ്ലോഗർ എന്നും പറഞ്ഞ് നടക്കണം. കൊള്ളാം. എന്ത് ചെയ്യാനെന്നാ, ചില സമയം പറയാനൊരു വാക്കുകൾ പോലും കിട്ടൂല. ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു, അത് നീ നിന്റെ സപ്പോർട്ടേഴ്സിനോട് പറഞ്ഞ? എന്തോന്ന് കാര്യം? കിട്ടിപ്പോയി. നമ്മുടെ വേസ്റ്റ് കോളേജിനെ കുറിച്ചല്ലേ? ഓ അത് തന്നെ. അയ്യോ സോറി അണ്ണാ, ഞാൻ മറന്നുപോയി. ഇപ്പൊ തന്നെ പറയാം. പിന്നെ ഗൈസ് ഒരു ഇമ്പോർട്ടന്റ് മെസ്സേജ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മാക്സ് അണ്ണന്റെ ഹോളിഡേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബീച്ച് ഹോളിഡേ ആണ്. 10-30 വണ്ടിയുണ്ട്. ഇപ്പോൾ അത്ര ട്രിപ്പും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല മാക്സ് അണ്ണന്. സോ നിങ്ങളെല്ലാവരും മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് മാക്സ് അണ്ണനെ കുറച്ച് ഫേമസ് ആക്കണം. എന്നാലേ മാക്സ് അണ്ണന് ഇനി മുന്നോട്ട് കുറച്ച് ട്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. സോ മാക്സ് അണ്ണനെ കട്ടയ്ക്കൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പൊ ഫൈനലി നമ്മൾ നമ്മുടെ മാക്സ് അണ്ണന്റെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. സോ നമുക്കിനി സ്റ്റിക്കർ വർക്ക് കഴിഞ്ഞിട്ട് കാണാം. പുറത്തിറങ്ങിക്കോ. ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റിക്കർ ബോയിനെ കാണാനില്ലല്ലോ. ചായ കുടിക്കാൻ പോയെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. അവൻ വന്നിട്ട് സ്റ്റിക്കർ വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് പോവാം. ഓക്കെ അണ്ണാ. ഗൈസ് ഫൈനലി നമ്മുടെ സ്റ്റിക്കർ ബോയ് ഇവിടെ എത്തിയിട്ടുണ്ട്. എവിടെ പോയിരുന്നടാ ഇത്രയും നേരം? അണ്ണാ ഞാൻ ചായ കുടിക്കാൻ പോയിരുന്നണ്ണാ. എന്താണ് പുതിയ വർക്ക് വല്ലതും ഉണ്ടോ? ഓടാ, അതിന്റെ പുറകിൽ കിടക്കുന്ന ആ ഒരു വണ്ടി നമ്മുടെ പുതിയ വണ്ടിയാണ്. സെഡോൺ നോൺ ബോഡി കോഡാണ്. വണ്ടി ഫുള്ളും സ്റ്റിക്കർ അടിച്ച് കുട്ടപ്പനാക്കി എടുക്കണം. പിന്നെന്താ, നമുക്ക് സെറ്റാക്കാം. ഡിസൈൻ ഞാൻ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. നീ അത് നോക്കി ചെയ്. വണ്ടി നാളെ തന്നെ എനിക്ക് കിട്ടണം, വർക്ക് കഴിഞ്ഞു കേട്ടല്ലോ. ഓക്കെ അണ്ണാ, നിങ്ങൾ നാളെ രാവിലെ വന്ന് നോക്ക്, വണ്ടി പൊളപ്പനായിരിക്കും. ഓക്കെടാ, അപ്പൊ ഞാൻ പോയിട്ട് നാളെ വരാം. അപ്പൊ ഗൈസ് നമ്മൾ വണ്ടി സ്റ്റിക്കർ വർക്കിന് കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് നാളെ രാവിലെ വരാം. ഓക്കെ. അപ്പൊ ഗൈസ് ഇന്നാണ് നമ്മുടെ വണ്ടി കിട്ടുന്ന ആ ഒരു ദിവസം. സ്റ്റിക്കർ വർക്ക് കഴിഞ്ഞു കാണും എന്ന് എനിക്ക് തോന്നുന്നു. സോ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. വെയിറ്റ്. അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ വണ്ടിയുടെ ഷോർട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കിനി നമ്മുടെ ബീച്ച് ചെറുക്കനെ ഒന്ന് നേരിട്ട് ക്ലിയർ ആയിട്ടൊന്ന് കാണാം. ഇതാ അവിടെ കിടപ്പുണ്ട് ആശാൻ. എൻ്റെ മോനെ ലുക്ക് വേറെ ലെവലാക്കിയിട്ടുണ്ട് ഗൈസ്. ഇതിന്റെ കൂടെ നമ്മുടെ പിക്സൽ 9 ബോർഡും കൂടി വന്നപ്പോൾ ഒരു രക്ഷയില്ല, വേറെ ലെവലായിട്ടുണ്ട്. വണ്ടിക്ക് നമ്മൾ എഡിഷൻ നെയിമായിട്ട് ഇട്ടിട്ടുള്ളത് സ്ട്രേഞ്ചർ എന്നാണ്. ഇന്നത്തെ വീഡിയോയിൽ കുറെ പേര് കമന്റ് ചെയ്തിരുന്നു എഡിഷൻ നെയിം. സോ അതിൽ നിന്ന് ചൂസ് ചെയ്ത ഒരു പേരാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ വണ്ടിയുടെ ലുക്ക് നോക്കിക്കേ ഗൈസ്, വേറെ ലെവലായിട്ടുണ്ട്. നമ്മുടെ AV ആണ് ഈ ഒരു സ്കിന്നെ നമുക്ക് ചെയ്തു തന്നത്. എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ലിവറിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് കയറി ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു മോഡ് നമ്മുടെ TVZന്റെ സെഡൺ നോൺ ബോഡി കോഡാണ്. അപ്പൊ ഗൈസ് നമ്മുടെ AV ആണെങ്കിൽ ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട് പാട്ട് പാടാൻ. സോ നമുക്ക് അവന്റെ പാട്ടൊന്ന് കേട്ട് നോക്കാം.
ഹലോ പ്രേക്ഷകരെ, എൻ്റെ പാട്ട് കേൾക്കാൻ വന്നിട്ടുള്ള എൻ്റെ എല്ലാ ചങ്കുമച്ചന്മാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ఏవి. അപ്പോൾ ఇదా എൻ്റെ పాటలేకి. సామచవర గమన నిన్ను చూసియానగలనా మనసు మీద వనసుకున్న అదుపు చెప్పతగునా. ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മാക്സ് അണ്ണനെ വീഡിയോ അതിൻ്റെ പേരുള്ള ടൈം ആയിട്ടുണ്ട്.